പ്രഭു കുടിച്ചാലും അവൾ പറഞ്ഞു. തിടുക്കത്തിൽ കുടം താഴ്ത്തി പിടിച്ച് അവൾ അവന് കുടിക്കാൻ കൊടുത്തു. കുടിച്ചു കഴിഞ്ഞപ്പോൾ അവൾ പറഞ്ഞു, അങ്ങയുടെ ഒട്ടകങ്ങൾക്കും കുടിക്കാൻ ഞാൻ വെള്ളം കോരി കൊടുക്കാം. ഇസഹാക്കിന്റെ ഭാര്യയായ റെബേക്കായെ നമ്മൾ ആദ്യമായി കണ്ടുമുട്ടുന്ന സന്ദർഭമാണിത്. ഉൽപ്പത്തിയുടെ പുസ്തകം 24-ാം അധ്യായം 15 മുതലുള്ള വാക്യങ്ങളിലാണ് റെബേക്ക എന്ന കഥാപാത്രം ആദ്യമായി പ്രത്യക്ഷപ്പെടുന്നത്. പൊതുവെ ഒരു നെഗറ്റീവ് ക്യാരക്ടറായിട്ടാണ് റെബേക്കായെ നമ്മൾ കണ്ടുമുട്ടുന്നത്. ചതിക്ക് കൂട്ടുനിന്ന തൻ്റെ മക്കളെ തരംതിരിച്ച് സ്നേഹിച്ചു എന്നൊക്കെ ആരോപണം ഒരുപാട് ഉയർത്തുന്ന ഒരു വ്യക്തിയായി ആണ് നാം പൊതുവെ റെബേക്കായെ കാണുന്നത്. പക്ഷെ യഥാർത്ഥത്തിൽ റെബേക്ക അങ്ങനെ ഒരാളായിരുന്നു? അങ്ങനെയല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അബ്രാഹത്തിന്റെ ഭൃത്യൻ റെബേക്കായോട് വെള്ളം ചോദിച്ചു. പക്ഷേ അദ്ദേഹത്തിന് കുടിക്കാനാണ് വെള്ളം ചോദിച്ചെങ്കിലും ആ സന്ദർഭത്തിന്റെ ആവശ്യം മനസ്സിലാക്കിക്കൊണ്ട് റെബേക്ക അയാളോട് അങ്ങോട്ട് പറയുകയാണ്, നിങ്ങളുടെ ഒട്ടകങ്ങൾക്ക് കൂടി ഞാൻ കുടിക്കാൻ കൊടുക്കട്ടെ. അതൊരു വലിയ കാരുണ്യ പ്രവൃത്തിയാണ്. അതിനുശേഷവും നമ്മൾ കണ്ടുമുട്ടുന്നുണ്ട്, ഒരു പരിചയവുമില്ലാത്ത ഒരു യുവാവുമായി തൻ്റെ വിവാഹം നിശ്ചയിച്ചിരിക്കുന്നു എന്നറിഞ്ഞപ്പോൾ അവളുടെ മാതാപിതാക്കളും സഹോദരനുമൊക്കെ കുറച്ചു ദിവസം കൂടി എങ്കിലും ഇവിടെ താമസിക്ക് എന്നൊക്കെ ആവശ്യപ്പെട്ടപ്പോൾ അവൾ ഒരു തരത്തിൽ പറഞ്ഞാൽ വിശ്വാസത്തിന്റെ ഒരു എടുത്തുചാട്ടമാണ് നടത്തിയത്. അവൾ പറഞ്ഞു, ഞാൻ ഈ വൃത്തിന്റെ കൂടെ പോവുകയാണ്. അത് ദൈവം തനിക്ക് വേണ്ടി നല്ലത് മാത്രമേ ക്രമീകരിക്കൂ എന്നുള്ള റെബേക്ക എന്ന ആ പെൺകുട്ടിയുടെ വിശ്വാസമായിരുന്നു. അമ്മയുടെ മരണത്തിൽ വേദനിച്ചിരുന്ന ഇസഹാക്കിന് റെബേക്കയുടെ സാന്നിധ്യം ഒരുപാട് ആശ്വാസമായി. റെബേക്ക വന്ധ്യയായിരുന്നു. വന്ധ്യയായ അവളുടെ വന്ധ്യത്വം മാറാൻ വേണ്ടി ഇസഹാക്ക് ദൈവത്തോട് പ്രാർത്ഥിച്ചു. ദൈവം അവളുടെ വന്ധ്യത്വം അവസാനിപ്പിച്ചു. ഇവിടെ ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഇസഹാക്ക് പ്രാർത്ഥിച്ചത് റെബേക്കായുടെ വന്ധ്യത്വം മാറാൻ വേണ്ടിയാണ്. പക്ഷേ റെബേക്ക പ്രാർത്ഥിച്ചതായി ഇവിടെ പറയുന്നത്, ബൈബിളിൽ പറയുന്നത്, ദൈവത്തിന്റെ ഹിതം അറിയാൻ വേണ്ടിയാണ് അവൾ പ്രാർത്ഥിച്ചത്. ആ സമയത്ത് അവളുടെ പ്രാർത്ഥനയുടെ ഫലമായി ദൈവഹിതം എന്താണെന്നുള്ളത് ദൈവം അവൾക്ക് വെളിപ്പെടുത്തി കൊടുത്തു. മൂത്ത മകൻ ഇളയ മകന് ദാസ്യവൃത്തി ചെയ്യേണ്ടി വരുമെന്നുള്ള ദൈവത്തിന്റെ പ്ലാനും പദ്ധതിയും അവൾക്ക് മനസ്സിലാക്കി കൊടുത്തു. അവരുടെ മൂത്ത മകനായ ഏസാവ് ഹിത്യ സ്ത്രീകളെയാണ് വിവാഹം ചെയ്തത്. ഈ ഹിത്യ സ്ത്രീകളുടെ സമ്പർക്കം റെബേക്കായുടെയും ഇസഹാക്കിന്റെയും ജീവിതം ഒരുപാട് ദുരിതപൂർണമാക്കി. വർഷങ്ങൾ കഴിഞ്ഞു. ഇസഹാക്ക് ഭൃത്യനായി. ഇസഹാക്ക് ഒരിക്കൽ തന്റെ മൂത്ത പുത്രനായ ഏസാവിനെ വിളിച്ച് പറയുന്നുണ്ട്, നീ പോയി നായാട്ടിറച്ചി കൊണ്ടുവരിക, അത് ഭക്ഷിച്ചിട്ട് ഞാൻ നിന്നെ അനുഗ്രഹിക്കട്ടെ. ഇത് റെബേക്ക കേൾക്കുന്നുണ്ടായിരുന്നു. ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ജീവിതത്തിൽ കൈമാറ്റം ചെയ്യാൻ വേണ്ടി പോവുകയാണ് ഇസഹാക്ക്. ഇസഹാക്കിന്റെ പൈതൃക അനുഗ്രഹം മകന് കൊടുക്കാൻ പോവുകയാണ്. പക്ഷേ ആ സന്ദർഭത്തിൽ അദ്ദേഹം ദൈവഹിതം എന്താണെന്ന് ചോദിക്കുകയോ അറിയുകയോ അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയോ ഒന്നും ചെയ്തില്ല. ഒരു കാര്യം ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. തൻ്റെ പിതാവായ അബ്രാഹം ദൈവത്തിന് ബലിയർപ്പിക്കാൻ തീരുമാനിച്ചു എന്ന് കേട്ടപ്പോൾ സ്വന്തം മനസ്സോടെ സ്വന്തം ഇഷ്ടപ്രകാരം ബലിവസ്തുവായി മാറാൻ റെഡിയായവനായിരുന്നു ഇസഹാക്ക്. പക്ഷെ ഇന്ന് കാലങ്ങൾക്ക് ശേഷം ഇസഹാക്ക് ആ നന്മ കൈവിട്ടു. ദൈവത്തിന്റെ ഇഷ്ടം അയാൾ തിരിച്ചറിഞ്ഞില്ല, എന്താണെന്ന് മനസ്സിലാക്കാൻ ശ്രമിച്ചുമില്ല. ഭൗതികമായ ഒരുക്കങ്ങളാണ് ആത്മീയ അനുഗ്രഹങ്ങൾക്ക് വേണ്ടി അദ്ദേഹം ഇവിടെ ആവശ്യപ്പെടുന്നത്. പക്ഷെ റെബേക്ക ഇത് കേൾക്കുന്നുണ്ട്. റെബേക്കയ്ക്ക് കാര്യം മനസ്സിലാകുന്നു. ദൈവിക പദ്ധതിക്ക് എതിരായ ഒരു കാര്യമാണ് സംഭവിക്കാൻ പോകുന്നതെന്ന് മനസ്സിലാക്കിയ റെബേക്ക യാക്കോബിനോട് ഒരു ആടിനെ കൊല്ലാൻ ആവശ്യപ്പെടുന്നു. ഇത് ദൈവിക കാര്യമായ ദൈവത്തിന്റെ പ്ലാനും പദ്ധതിയും അനുസരിച്ച് യാക്കോബിന് കൊടുക്കേണ്ട അനുഗ്രഹം സന്ദർഭവശാൽ ഏസാവിന് കിട്ടും എന്ന് ഉറപ്പായതുകൊണ്ടാണ് അവൾ ഇങ്ങനെ ഒരു കാര്യം ചെയ്യാൻ ആവശ്യപ്പെടുന്നത്. ഒരുപക്ഷെ നമ്മളിതിനെ ചതിയായിട്ടൊക്കെ എണ്ണാം, വഞ്ചനയായിട്ട് എണ്ണാം. പക്ഷെ ഇതൊന്നുമല്ല. ദൈവഹിതം ഏത് വിധേനയും നടപ്പാക്കണം എന്നുള്ള അവളുടെ ആഗ്രഹമായിരുന്നു അവളെ കൊണ്ട് ഇങ്ങനെ ചെയ്യിപ്പിച്ചത്. കാരണം അവൾ യാക്കോബിന് ഏറ്റവും നല്ല വസ്ത്രങ്ങളാണ് ധരിപ്പിക്കുന്നത്. അതിനർത്ഥം ദൈവത്തിന്റെ ഈ അനുഗ്രഹം എത്ര പ്രധാനപ്പെട്ടതാണെന്ന് അവൾക്കറിയാമായിരുന്നു. ഒരു കാരണവശാലും ദൈവഹിതം അല്ലാതെ മറ്റൊന്നും സംഭവിക്കാൻ പാടില്ല. ഒരു ചെറിയ പാളിച്ചുകൊണ്ട് പോലും
ദൈവഹിതത്തിന് തടസ്സമുണ്ടാകാൻ പാടില്ല എന്നുള്ള ഉറച്ച ബോധ്യം അവൾക്കുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അവൾ പറയുന്നുണ്ട്, ഇസഹാക്ക് തിരിച്ചറിഞ്ഞാൽ ഒരുപക്ഷെ ശാപം വന്നേക്കാമല്ലോ എന്നൊക്കെ യാക്കോബ് പറയുമ്പോൾ അവൾ പറയുന്നുണ്ട്, ആ ശാപം എൻ്റെ മേലായിരിക്കട്ടെ. കാരണം അവൾക്ക് ഉത്തമ ബോധ്യമുണ്ട്, എന്ത് വില കൊടുക്കേണ്ടി വന്നാലും ദൈവഹിതത്തിന് വിരുദ്ധമായി ഒന്നും സംഭവിക്കരുതെന്നുള്ള ബോധ്യം അവൾക്കുണ്ട്. അതിനുശേഷം അനുഗ്രഹം യാക്കോബിന് കിട്ടി. ദൈവത്തിന്റെ ഇഷ്ടം പോലെ തന്നെ, ദൈവത്തിന്റെ പ്ലാനും പദ്ധതിയും പോലെ തന്നെ യാക്കോബിന് അനുഗ്രഹം കിട്ടി. ഇതറിഞ്ഞ ഏസാവ് ക്രുദ്ധനായി യാക്കോബിനെ വധിക്കാൻ ഉദ്യമിക്കുന്നുണ്ട്. അപ്പോൾ വിവേകമതിയായ ഒരു അമ്മയെ അപ്പോൾ നമ്മൾ കാണുകയാണ്. അവൾ പറയുന്നുണ്ട്, നിങ്ങൾ 2 മക്കളും ഒരു ദിവസം തന്നെ എനിക്ക് എന്തിനാണ് നഷ്ടപ്പെടുന്നത്? അതുകൊണ്ട് നീ എൻ്റെ സഹോദരനായ ലാബാന്റെ അടുത്തേക്ക് പോവുക. ഇത് വിവേകമതിയായ ഒരമ്മയുടെ തീരുമാനമാണ്. ഇതെല്ലാം സൂചിപ്പിക്കുന്നത് ഏത് വിധേനയും എത്ര ത്യാഗം സഹിക്കേണ്ടി വന്നാലും ദൈവഹിതത്തിന് വിരുദ്ധമായി ഒന്നും സംഭവിക്കാൻ പാടില്ല എന്ന് നിർബന്ധമുള്ള ഒരു വ്യക്തിയായിരുന്നു റബേക്ക. നമ്മളൊക്കെ ഇവിടെ തിരിച്ചറിയേണ്ട ഒരു യാഥാർത്ഥ്യമുണ്ട്. ചതിയുടെയും വഞ്ചനയുടെയും ഒരു മുഖമൊന്നുമല്ല റബേക്ക. തൻ്റെ സ്വന്തം ഭർത്താവും മൂത്ത മകനുമൊക്കെ ദൈവഹിതത്തിനെതിരായി പ്രവർത്തിക്കാൻ പരിശ്രമിച്ചപ്പോഴും അത് തടയാൻ ശ്രമിക്കുകയും ത്യാഗം ചെയ്ത് ദൈവഹിതം നടപ്പാക്കാൻ പരിശ്രമിക്കുകയും ചെയ്ത ധീരയായ ബൈബിളിലെ ഒരു കഥാപാത്രമാണ് റബേക്ക. റബേക്കയുടെ ഈ മാതൃക നമുക്ക് ജീവിതത്തിൽ ഒരു പാഠമാകട്ടെ. ഏത് വിധേനയും ഏത് ത്യാഗം സഹിച്ചും ദൈവഹിതം നടപ്പാക്കണം. എൻ്റെ ജീവിതത്തിൽ എൻ്റെ ദൈവത്തോട് വിശ്വസ്തനായി ജീവിക്കുവാൻ എനിക്ക് ഒരു ബോധ്യമുണ്ടാവണം. അങ്ങനെ ഞാൻ ജീവിക്കണം. പക്ഷെ നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നമ്മളെല്ലാവരും കൂടെ എന്നും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എന്നേക്കും. ആമേൻ.